ദ സിറ്റീസ് ദാറ്റ് ഷേപ്ഡ് ഗാന്ധി, ദ സിറ്റീസ് ദാറ്റ് ഗാന്ധി ഷേപ്ഡ് ബൈ രാമചന്ദ്ര ഗുഹയാണ് നോക്കാൻ പോകുന്നത്. ചാപ്റ്റർ 12 ആണ്, ഫ്രം ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി സ്റ്റഡീസ് 2. സോ രാമചന്ദ്ര ഗുഹ ഒരു ഇന്ത്യൻ ഹിസ്റ്റോറിയൻ റൈറ്ററാണ് ആൻഡ് ഓൾസോ ഒരു ഇൻ്റലക്ച്വൽ കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, ഗാന്ധി ബിഫോർ ഇന്ത്യ ആൻഡ് ഗാന്ധി. അപ്പോൾ ഈ 3 ബുക്സും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ തന്നെ വളരെയധികം ഫേമസ് ആക്കിയ 3 ബുക്സാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നതാണ് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന് പറയുന്നത്. അതിന് ബുക്ക് ഓഫ് ദി ഇയർ ഒരുപാട് ന്യൂമറസ്, അതായത് ആ ടൈറ്റിൽ, ആ ഒരു ബുക്കിന് ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിന് പത്മഭൂഷൺ ഒക്കെ കിട്ടിയിട്ടുണ്ട് 2009. ആൻഡ് അദ്ദേഹം എക്കണോമിക്സിലും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ സയൻസിനൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദ സിറ്റീസ് ദാറ്റ് ഷേപ്ഡ് ഗാന്ധി, ദ സിറ്റീസ് ദാറ്റ് ഗാന്ധി ഷേപ്ഡ്, അതായത് ഗാന്ധി ഷേപ്പ് ചെയ്ത സിറ്റീസ്, അതായത് പിന്നെ രണ്ടാമത്തെ ടൈറ്റിൽ എന്താണ് നമ്മുടെ സിറ്റീസ്, അതായത് ഏതൊക്കെ സിറ്റീസാണ് ഗാന്ധി ഇൻഫ്ലുവൻസ് ചെയ്തതെന്നും ഗാന്ധി ഏതൊക്കെ സിറ്റീസിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്നും ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ എസ്സേ എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസിലാണ് ആദ്യമേ പബ്ലിഷ് ചെയ്ത് വന്നത്. പിന്നെ ഗാന്ധി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ, അതായത് മഹാത്മാഗാന്ധി നമ്മുടെ ഫാദർ ഓഫ് ദ നേഷൻ എന്ന് പറയുന്നത്, അദ്ദേഹം ഇന്ത്യയെ ഷേപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്ത്യയെ നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തു. അത് അദ്ദേഹം വഹിച്ച പങ്കെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റോളെന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഹീ ഹാസ് മെയ്ഡ് എ ലോട്ട് ഓഫ് കോൺട്രിബ്യൂഷൻസ് ടുവേർഡ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ. സോ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വില്ലേജ് ലൈഫ് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വില്ലേജസിലാണ് എന്നാണ് ഗാന്ധി ബിലീവ് ചെയ്തിരുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടി ഫീൽ ചെയ്തിരുന്നു, സിറ്റീസിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതായത് സിറ്റീസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനും അതുപോലെ തന്നെ എന്താ പറയുക, ഈ ലേബറിൻ്റെ എക്സ്പ്ലോയിറ്റേഷനും ഒക്കെയുള്ള പറ്റിയ സെൻറ്ററാണ് സിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധി അദ്ദേഹം സിറ്റീസിലാണ് ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പെൻഡ് ചെയ്തത്. പക്ഷേ അദ്ദേഹം ഈ സിറ്റീസിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പോസിബിലിറ്റീസിലോട്ട് കൂടുതലായിട്ടും അദ്ദേഹം അങ്ങനെ ഇൻവോൾവ് ആയിട്ടുമില്ല. ഓക്കെ, അതായത് അദ്ദേഹം കൂടുതൽ പേഴ്സണലി അങ്ങോട്ടായിട്ടില്ലെന്നാണ് ഞാൻ പറയുന്നത്. ദെൻ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള റിപ്പബ്ലിക് രാജ്യമാണ്. അത് സെൽഫ് സപ്പോർട്ടിംഗ് ആയിരിക്കണം, ഒരു ഐഡിയൽ യൂട്ടോപ്പിയൻ പ്ലേസ് ആയിരിക്കണം, അതായത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ളൊരു പ്ലേസ് ആയി മാറണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഗാന്ധി പറയുന്ന സിമ്പിൾ ലൈഫിനെയും റൂറൽ വില്ലേജസിനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും, പക്ഷേ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിയുടെ ലൈഫിനെ ഷേപ്പ് ചെയ്തിരിക്കുന്നതും ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നതും സിറ്റീസാണ്. അതായത് സിറ്റീസിലെ കുറേ ഇൻസിഡൻസ് ആണ് ഗാന്ധിയെ ഗാന്ധിയാക്കി മാറ്റിയത് എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അപ്പോൾ സിറ്റീസിൻ്റെ റോൾ എന്താണ്, അദ്ദേഹത്തിനെ എങ്ങനെയാണ് ഈ ഒരു സെക്യുലർ ഇൻഡിവിജ്വൽ ആക്കി മാറ്റിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജീസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടി സിറ്റീസ് എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നൊക്കെയാണ് നമ്മൾ ഈ എസ്സേക്കകത്ത് നോക്കുന്നത്. അപ്പം ഗാന്ധി ഇൻ റിട്ടേൺ ഒരുപാട് കാര്യങ്ങൾ സിറ്റീസിന് വേണ്ടി ഓഫർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹ അല്ലെങ്കിൽ നോൺ വയലൻസ് പോലെയുള്ള പവർഫുൾ ടൂൾസൊക്കെ സിറ്റീസിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ പോളിസീസൊക്കെ അദ്ദേഹം അഡോപ്റ്റ് ചെയ്തത്. എന്നിട്ടാണ് ഇത് പതുക്കെ റൂറൽ ഏരിയാസിലോട്ട് സ്പ്രെഡ് ചെയ്തത്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എപ്പി സെൻറ്റർ എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ എപ്പി സെൻറ്റർ എന്ന് പറയുന്നത് സിറ്റീസാണ്. എന്നിട്ടാണ് ഇത് റൂറൽ ഏരിയാസിലോട്ട് സ്പ്രെഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് എസ്സേയിലോട്ട് പോകാം. മഹാത്മാഗാന്ധി ഫേമസ്ലി ഡിക്ലെയർ ചെയ്തൊരു കാര്യമാണ്, ഇന്ത്യ എന്ന് പറയുന്നത് വില്ലേജസിൽ നിന്നാണ് അവളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇന്ത്യ ജീവിക്കുന്നത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ വർക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ള റൈറ്റിംഗ്സ് ആയിക്കോട്ടെ, അതെല്ലാം അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇന്ത്യ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് അഗ്രേറിയൻ സിവിലൈസേഷനാണ്, അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചറൽ കൺട്രി ആണ് എന്നുള്ള രീതിയിലാണ്. അത് അങ്ങനെ തന്നെ നിൽക്കണം എന്നാണ് ആര് പറഞ്ഞത്, മഹാത്മാഗാന്ധി പറഞ്ഞത്. അഗ്രികൾച്ചർ അല്ലെങ്കിൽ അഗ്രേറിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുക, നമ്മൾ ഫാമേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുക, നമ്മൾ ഒരിക്കലും അവരെ മറന്ന് ജീവിക്കരുത്. ഇതൊക്കെയാണ്, അതായത് അവരുണ്ടെങ്കിലേ നമ്മളുള്ളൂ എന്നാണ് പറയുന്നത്. ഇൻഫാക്ട് അതുപോലെ തന്നെ ഇന്ത്യ ടൗൺസിലും ഇന്ത്യ ജീവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. വില്ലേജസിൽ മാത്രമല്ല ടൗൺസിലും ഇന്ത്യ ഉണ്ട്. അത് ഫോർ എക്സാമ്പിൾ ലൈക്ക് അയോധ്യ, ഇന്ദ്രപ്രസ്ഥ, അങ്ങനെയുള്ള സിറ്റീസ് ഉണ്ടല്ലോ നമ്മുടെ. അതുപോലെ തന്നെ ബനാറസ് ഓൾഡസ്റ്റ് ലിവിങ് സിറ്റിയാണ് നമ്മുടെ വേൾഡിലെ തന്നെ. ദെൻ നോർത്ത് ഇന്ത്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുഗൾസ് ഡെവലപ്പ് ചെയ്ത സിറ്റീസ് ഉണ്ട്, ഡൽഹി, ആഗ്ര, ലാഹോർ എന്ന് പറയുന്നത്. സൗത്ത് ഇന്ത്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയനഗര, ദ സിറ്റി ഓഫ് വിക്ടറി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ അതിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ഹംപിയിൽ ഇപ്പോൾ ആളുകൾ ഒരുപാട് പേര് ടൂറിസമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ പിന്നെ ബോംബെ ടൗൺ അല്ലെങ്കിൽ കൽക്കട്ട, മദ്രാസ് എന്നിവയൊക്കെ ഇന്ത്യയുടെ തന്നെ ഒരു അർബൻ സിവിലൈസേഷൻ്റെ സെൻറ്റേഴ്സ് ആയിരുന്നു ഇവരത്രേ. അപ്പോൾ ഗാന്ധി ക്ലെയിം ചെയ്യുന്നത്
അദ്ദേഹം ഈ ഹിസ്റ്റോറിക്കൽ സെൻസ് വെച്ച് മാത്രമല്ല ഈ ഇന്ത്യ ടൗൺസുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ ടൗണിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയെ ഒരുപാട് ഷേപ്പൻ ചെയ്തത് ടൗൺ ആണെന്ന് അങ്ങനെ ഹിസ്റ്റോറിക്കൽ സെൻസ് വെച്ച് മാത്രം പറയുമല്ല, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് കുറച്ച് ഫാക്ട്സും കൂടി എടുത്തിട്ടാണ് അദ്ദേഹം ഇങ്ങനൊരു അഭിപ്രായം പറയുന്നത്. ബിക്കോസ് ഹീ ഗ്രൂ അപ്പ് ഇൻ ടൗൺസ്, അതായത് ഈ ടൗൺസിലാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതും എല്ലാം. പഠിക്കാൻ പോയത് തന്നെ ലണ്ടനിലെ ഗ്രേറ്റസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡിലാണ്, ലണ്ടനിലാണ് പഠിക്കാൻ പോയത്. സൗത്ത് ആഫ്രിക്കയിലാണ് അദ്ദേഹം ജീവിച്ചത്. പിന്നെ അതുപോലെ തന്നെ ദർബൻ, ജോഹന്നാസ്ബർഗ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ അർബൻ സെൻറ്റേഴ്സാണ് അദ്ദേഹത്തിന് പൊളിറ്റിക്കലായിട്ട് അദ്ദേഹത്തിനൊരു ഇൻക്ലിനേഷൻ കൊടുത്തത്. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ക്ലോസസ്റ്റ് ഫ്രണ്ട്സിനെയും അദ്ദേഹത്തിൻ്റെ ട്രൂ ആയിട്ടുള്ള ലൈഫിലുള്ള ട്രൂ എയിമും കണ്ടുപിടിച്ചതെല്ലാം അദ്ദേഹം ഈ സിറ്റീസിൽ വെച്ചിട്ടാണ്. കാരണം സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് ഹി ഫേസ്ഡ് എ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. അദ്ദേഹത്തിനെ ആ ഓടുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയും അദ്ദേഹം പിന്നീട് അവിടെ വെച്ച് ആ പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ അവിടെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് അല്ലേ. അപ്പോൾ അതെല്ലാം ഈ സിറ്റീസാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മേജർ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലൈഫിലുള്ള ഇൻസിഡൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടേണിംഗ് പോയിന്റ്സ് എല്ലാം ഹാപ്പൻ ചെയ്തിട്ടുള്ളത് സിറ്റീസിൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ടൗൺസിൽ വെച്ചിട്ടാണ്. ഓക്കെ, ആൻഡ് ദെൻ അദ്ദേഹത്തിൻ്റെ ഒരു എപ്പിസോഡാണ് പറയുന്നത് ജോൺ റസ്കിൻ്റെ അൺ ടു ദിസ് ലാസ്റ്റ് എന്നുള്ള ആ ഒരു ബുക്ക്. പിന്നെ അതാണ് അദ്ദേഹം ജോഹന്നാസ്ബർഗിൽ നിന്ന് ദർബനിലോട്ട് പോകുന്ന വഴിക്ക് അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗാന്ധിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൂറൽ ലൈഫിനോട് വളരെയധികം അട്രാക്ഷൻ തോന്നി, ആ ഒരു സിംപ്ലിസിറ്റിയോടുകൂടി. ജോൺ റസ്കിൻ്റെ ബുക്കാണ് അദ്ദേഹത്തിന് ഇൻസ്പയർ ചെയ്തത്. ആൻഡ് അതുപോലെ തന്നെ അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലോട്ട് റിട്ടേൺ ചെയ്തപ്പം അദ്ദേഹത്തിൻ്റെ സബർമതി ആശ്രമമുണ്ടല്ലോ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തത്, അത് സബർമതി റിവറിൻ്റെ ബാങ്കിലാണ്, അതായത് നദിക്കരയിലാണ്. അത് തന്നെ അദ്ദേഹം ഫീൽഡിൻ്റെ നടുക്കാണ് അദ്ദേഹം കൊണ്ടുവച്ചിരിക്കുന്നത് ഈ ആശ്രമമൊക്കെ. ആൻഡ് അതുപോലെ തന്നെ ഒരു 70 വർഷം കഴിഞ്ഞപ്പോൾ, സെവറൽ ഡീക്കേഡ്സ് കഴിഞ്ഞപ്പോൾ ഈ ഫീൽഡ് എന്ന് പറയുന്നത് അഹമ്മദാബാദിൻ്റെ ആ ഒരു സിറ്റിയോട് ഭാഗമായിട്ട് മാറി. ആൻഡ് പിന്നെ അതുപോലെ തന്നെ ആ ഫീൽഡിനെയാണ് പിന്നീട് ബ്രിട്ടീഷുകാർ വന്ന് കോളനൈസ് ഒക്കെ ചെയ്തത്. ആൻഡ് അതുപോലെ തന്നെ അദ്ദേഹം സേവാഗ്രാം എന്ന് പറഞ്ഞ ഒരു സെറ്റിൽമെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, അതായത് ദ വില്ലേജ് ഓഫ് സർവീസ് ആക്കി മാറ്റി നമ്മുടെ അഹമ്മദാബാദിനെയൊക്കെ. ആൻഡ് ദെൻ അദ്ദേഹം സിമ്പിൾ ആൻഡ് റൂറൽ ലൈഫ്, അല്ലെങ്കിൽ അത് ഇപ്പോൾ സിറ്റി ആണെന്നുണ്ടെങ്കിൽ തന്നെ സിറ്റി ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ് പൊതുവേ സിറ്റി ലൈഫ് എന്ന് പറയുമ്പം ഗോൾഡിന് വേണ്ടി അല്ലെങ്കിൽ വളരെ ഗ്രീഡി ആയിട്ടുള്ള ആളുകളൊക്കെ താമസിക്കുന്നതാണ് സിറ്റി ലൈഫ് എന്നാണ് പൊതുവെയൊക്കെ വെപ്പ് അല്ലേ. റൂറൽ ലൈഫ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണെന്നാണ് പൊതുവേ പറയാറുള്ളത്. അപ്പം ഗാന്ധി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നോൺ വയലൻറ്റ് ടെക്നിക്കൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പോളിസി ആയിട്ടുള്ള നോൺ വയലൻസ് എന്നൊക്കെ പറയുന്നത് ഈ ജോഹന്നാസ്ബർഗ് പോലുള്ള സിറ്റിയിലാണ് അദ്ദേഹം അത് ഫൗണ്ട് ഔട്ട് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു ടേണിംഗ് പോയിന്റ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഹാപ്പൻ ചെയ്തത് ജോഹന്നാസ്ബർഗ് പോലെയുള്ള ഒരു ഗോൾഡ് അല്ലെങ്കിൽ ഒരു കറപ്റ്റഡ് സിറ്റിയിലാണ് ഇദ്ദേഹം ഈ ഒരു തോട്ട് തന്നെ ഇദ്ദേഹത്തിന് വരുന്നത്. അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഒറിജിനൽ കോൺട്രിബ്യൂഷനാണ് ഈ പോളിസി ഓഫ് നോൺ വയലൻസ് എന്ന് പറയുന്നത് തന്നെ, നോൺ വയലൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെ. അദ്ദേഹത്തിൻ്റെ തന്നെ പൊളിറ്റിക്കൽ തോട്ടും കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പ്രാക്ടീസും ഈ ഒരു പോളിസി തന്നെയാണ്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് സിറ്റിയിൽ നിന്നാണ് കിട്ടിയതെന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു സിറ്റിയിലാണ് അദ്ദേഹം ഫസ്റ്റ് അറസ്റ്റ് കിട്ടുന്നത്, അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുന്നതും അദ്ദേഹം അവിടെ വെച്ചാണ് പ്രിസണിൽ പോകുന്നതും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ച ആദ്യത്തെ ഈ ഒരു ജയിൽവാസവും അതുപോലെ തന്നെ അറസ്റ്റും എല്ലാം ഈ ഒരു സിറ്റിയിൽ വെച്ചിട്ടാണ് ഹാപ്പൻ ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ ബോംബെയിലുള്ള മേർച്ചൻസ് ആണ് അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സിനെല്ലാം നല്ല രീതിയിൽ ഫണ്ട് ചെയ്തത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സിറ്റിയിലുള്ള ഓർഡിനറി ആയിട്ടുള്ള സിറ്റിസൺസ് ആണ് അദ്ദേഹത്തിന് വേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ വരെ പോയി അദ്ദേഹത്തിനെ ഇറക്കാൻ വേണ്ടി പോയതൊക്കെ, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പോയതൊക്കെ ഈ ബോംബെയിലുള്ള ഓർഡിനറി സിറ്റിസൺസും കൂടിയാണ്. അപ്പോൾ ബോംബെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എപ്പി സെൻറ്റർ എന്ന് പറയുന്നത്. അതായത് ഈ ഏത് സത്യാഗ്രഹം എടുത്തു നോക്കിയാലും, റൗലത്ത് സത്യാഗ്രഹം ആണെങ്കിലും ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും എപ്പി സെൻറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ബോംബെ ആയിരുന്നു. ഗാന്ധിയുടെ 3 ഫേമസ് ആയിട്ടുള്ള സത്യാഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഫാസ്റ്റുകൾ എന്ന് പറയുന്നതും 3 ഗ്രേറ്റ് ഇന്ത്യൻ സിറ്റീസിലായിരുന്നു, പൂനെയിലും കൽക്കട്ടയിലും ന്യൂഡൽഹിയിലുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ മെയിൻ കാര്യങ്ങളും ഹാപ്പൻ ചെയ്തതും സ്റ്റാർട്ട് ചെയ്തതും എല്ലാം സിറ്റിയിൽ തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ സത്യാഗ്രഹം തുടങ്ങുന്നതിന് മുന്നേയും ശേഷവും എല്ലാം ഈ സിറ്റീസ് ഒരുപാട് തവണ വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് ഫ്രണ്ട്സും ഒരുപാട് അസോസിയേറ്റ്സും ഒക്കെ ഉള്ളതാണ്, അതായത് ഒരുപാട് എനിമീസും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ. ആൻഡ് ഗാന്ധി കൽക്കട്ടയിൽ ഫാസ്റ്റ് ചെയ്തത് സെപ്റ്റംബർ 1947 അത് ഗാന്ധിയുടെ ആ ഒരു ഫാസ്റ്റ് എന്ന് പറയുന്നത് കൽക്കട്ടയിൽ ശരിക്കും പറഞ്ഞാൽ സമാധാനം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം ഡൽഹിയിൽ വന്നു ഇതേ സിമിലർ മിഷനുമായിട്ട് ഈ ഒരു സത്യാഗ്രഹം ചെയ്യാൻ വേണ്ടി. പിന്നീട് അദ്ദേഹം ഹരിജൻ കോളനിയിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോയി. പക്ഷേ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഭീഷണികൾ വന്നതുകൊണ്ട് അദ്ദേഹം ബിർള ഹൗസിലാണ് സ്റ്റേ ചെയ്യാൻ പോയത്. അപ്പം അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്തു, ആ ബിർള ഹൗസിൽ പോയിട്ട് അദ്ദേഹം വിസിറ്റേഴ്സിനെ കണ്ടു. അദ്ദേഹം
അപ്പോൾ അങ്ങനെ പ്രെയർ മീറ്റിംഗ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തിരുന്ന ഒരു ദിവസമാണ് അദ്ദേഹത്തിനെ ശരിക്കും പറഞ്ഞാൽ പിന്നെ നാഥുറാം ഗോഡ്സെ വെടിവെച്ച് കൊല്ലുന്നത്. അദ്ദേഹം ഈ ബിർള ഹൗസിൽ വന്നിട്ട് ഇതുപോലെ ഡെയിലി ഇങ്ങനെ പ്രെയർ മീറ്റിംഗ്സും അതുപോലെ തന്നെ അല്ലാതുള്ള മീറ്റിംഗ്സും എല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ ലോണിൽ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു ബിർള ഹൗസിൻ്റെ എസ്റ്റേറ്റ് ലോണിൽ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ജാനുവരി 30, 1948 5:17 PM ഇദ്ദേഹത്തിനെ അതായത് ഇദ്ദേഹത്തിനെ വെടിവെച്ച് കൊല്ലുന്നത്. ആ ഒരു പ്രെയർ മീറ്റിങ്ങിലോട്ട് പോകുന്ന വഴിയായിരുന്നു. അപ്പോൾ ഈ കൽക്കട്ട, ബോംബെ, പൂന, ഡൽഹി പോലെയുള്ള സിറ്റീസ് പോലെയുള്ള മദ്രാസ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള ക്യാമ്പയിൻസോ അല്ലെങ്കിൽ ഈ സത്യാഗ്രഹാസോ ഒന്നും കണ്ടക്ട് ചെയ്തിരുന്ന സിറ്റി അല്ല മദ്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മദ്രാസിന് അദ്ദേഹത്തിന് പക്ഷേ എന്നാലും ഈ ഒരു സിറ്റിയോട് അദ്ദേഹത്തിന് വളരെയധികം ഡീപ്പ് അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഈ തമിലിയൻസിൽ നിന്ന് അതായത് വളരെ ബ്രേവ് ആയിട്ടുള്ള സത്യാഗ്രഹീസ് അദ്ദേഹത്തിൻ്റെ കൂടെ സൗത്ത് ആഫ്രിക്കൻ ക്യാമ്പയിൻസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ G.A. നടേശൻ എന്ന് പറഞ്ഞ ഒരു മദ്രാസ് എഡിറ്ററാണ് അദ്ദേഹത്തിൻ്റെ വർക്ക് നല്ല രീതിയിൽ പബ്ലിസൈസ് ചെയ്തത്. ആൻഡ് അതുപോലെ തന്നെ മദ്രാസ് ബേസ്ഡ് സ്കോളറായിട്ടുള്ള നമ്മുടെ തന്നെ ഇന്ത്യൻ പൊളിറ്റീഷ്യനായിട്ടുള്ള C. രാജഗോപാലാചാരി അദ്ദേഹവും നല്ല രീതിയിൽ നമ്മുടെ ഗാന്ധിയെ റെസ്പെക്ട് ചെയ്തിരുന്നത്. സോ മദ്രാസിൽ വെച്ച് വലിയ ഇവൻറ്റ്സ് ഒന്നും ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഹാപ്പൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ ലൈഫിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ച ഘടകങ്ങളെല്ലാം മദ്രാസിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ തന്നെ ഗാന്ധിജി വില്ലേജ് ലൈഫിനെ കുറിച്ച് കൂടുതൽ പ്രൈസ് ചെയ്തിട്ടുണ്ട്. സിറ്റി ലൈഫിനെ ഇദ്ദേഹം കുറച്ച് ഇകഴ്ത്തിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആക്ഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അർബൻ ലൈഫുമായിട്ടാണ് ഇദ്ദേഹത്തിന് കൂടുതലും എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്നത്. അദ്ദേഹം ഡീപ്പായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ക്യാമ്പയിൻസ് ആണെങ്കിലും ഇപ്പോൾ അദ്ദേഹം മരിച്ചതാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ സത്യാഗ്രഹ അല്ലെങ്കിൽ നോൺ വയലൻസ് പ്രൊട്ടസ്റ്റ് ഒക്കെ ഹാപ്പൻ ചെയ്യുന്നുണ്ടെന്നതൊക്കെ എല്ലാം സിറ്റീസിലാണ്. ആ സിറ്റി ലൈഫാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ നമ്മളിപ്പോൾ കാണുന്ന കണക്കുള്ള ഫാദർ ഓഫ് ദി നേഷൻ ആക്കി മാറ്റിയത്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഗാന്ധിയുടെ ഹിസ്റ്റോറിക്കൽ റോള് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ചരിത്രത്തിൽ ഗാന്ധിയുടെ റോള് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കോളേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസിനോടാണ്. അതായത് അദ്ദേഹം പ്രാക്ടിക്കലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അത് തോട്ട്സിനല്ല. അതായത് അദ്ദേഹം നടത്തിയ ക്യാമ്പയിൻസ്, നമ്മുടെ ആ സോൾട്ട് മാർച്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതലും ഹിസ്റ്റോറിയൻസ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അല്ലാതെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കല്ല, തോട്ട്സിനല്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, കുറച്ച് അതായത് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററീസ് പോലുള്ള നല്ല അടിപൊളി ബുക്കുകളുമുണ്ട്. അതായത് ഗാന്ധിയുടെ ലൈഫ് എങ്ങനെയാണ്, ഗാന്ധി എങ്ങനെയാണ് സിറ്റീസിനെ ഷേപ്പ് ചെയ്തതെന്നും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തതെന്നും ഇൻ ടേൺ ഹൗ ഗാന്ധി വാസ് ഷേപ്ഡ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദീസ് സിറ്റീസ് എന്നുള്ളതും ഒരുപാട് ബുക്സ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ഈ നമ്മുടെ രാമചന്ദ്ര ഗുഹയുടെ ഈ ഒരു ബുക്ക് തന്നെ അല്ലാതെ വേറെ ജെയിംസ് ഹണ്ട് എന്നും പറഞ്ഞ് ഗാന്ധി ഇൻ ലണ്ടൻ എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ഇറങ്ങിയിട്ടുണ്ട്. എറിക് ഇറ്റ്സ്കിന്നിൻ്റെ ഗാന്ധീസ് ജോഹന്നാസ്ബർഗ് എന്ന് പറഞ്ഞൊരു വർക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഉഷ തക്കാറിൻ്റെ അതുപോലെ തന്നെ സന്ധ്യ മേത്തയുടെ ഗാന്ധി ഇൻ ബോംബെ എന്ന് പറഞ്ഞ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളത്? ഇതെല്ലാം സിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഗാന്ധിയും സിറ്റിയും തമ്മിലുള്ള ആ ഒരു ഓരോ സിറ്റീസും തമ്മിലുള്ള ബന്ധമാണ് ഈ ബുക്കുകളായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലുള്ളൊരു ബുക്ക് തന്നെയാണ് രാമചന്ദ്ര ഗുഹയുടെ ഈ ഒരു വർക്കും, നമുക്കിപ്പോൾ പഠിക്കാനുള്ള ഈ ഒരു സെക്ഷനും ഒരു എസ്സേയും. ഓക്കെ, അപ്പം വളരെയധികം ഗോപാലകൃഷ്ണ ഗാന്ധിയുടെ ഫ്രാങ്ക് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ആ ഒരു വർക്കിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള വർക്കിനകത്ത് നല്ല രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ റിലേഷൻഷിപ്പ് വിത്ത് ബംഗാൾ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ബംഗാൾ സിറ്റീസുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പും, അതായത് കൽക്കട്ട പോലുള്ള സിറ്റീസുമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ആ ഒരു വർക്കിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഗാന്ധി ഇൻ അഹമ്മദാബാദ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഇറങ്ങിയിട്ടില്ല. പക്ഷേ എന്നാലും ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഗാന്ധി അഹമ്മദാബാദിൽ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഓൾമോസ്റ്റ് ഓൾ ദ ബുക്സ് ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള വർക്കുകളെല്ലാം എന്താണ് കവർ ചെയ്തിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ കെന്നത്ത് ഗില്ലിയൻ, അതുപോലെ തന്നെ ഹോവേർഡ് സ്പോഡക് ആൻഡ് അച്യുത് യഗ്നിക്, സുചിത്ര ഷേത്ത്, ഇവരെല്ലാവരും ഗാന്ധി അഹമ്മദാബാദിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ബുക്ക് ഒന്നും ഇറങ്ങിയിട്ടില്ല. ഗാന്ധി ഇൻ അഹമ്മദാബാദ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കൊന്നും ഇറങ്ങിയിട്ടില്ല. സോ അവിടെ തന്നെ അതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് ഗാന്ധി ലാസ്റ്റ് ഡേയ്സിൽ ഏതൊക്കെ സിറ്റിയിലാണ് പിന്നെന്താണ് സ്പെൻഡ് ചെയ്ത് ടൈം എന്നുള്ളതിന് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഗാന്ധിക്ക് ഡൽഹി നല്ലപോലെ അറിയാം, അവിടെ നല്ലപോലെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ അതായത് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അജ്മൽ ഖാൻ, മുസ്ലിം ഹക്കീം, പിന്നെ ക്രിസ്ത്യൻ പ്രീസ്റ്റായിട്ടുള്ള ചാൾസ് ഫ്രിയർ ആൻഡ്രൂസ്, ഹിന്ദു സോഷ്യൽ വർക്കറായിട്ടുള്ള ബ്രിജ് കൃഷ്ണ ചാണ്ടിവാല. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഇദ്ദേഹത്തിന് ഡൽഹിയിലുണ്ട്. ഡൽഹിയിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം വൈസ് റോയ്സിനെയൊക്കെ മീറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് സത്യാഗ്രഹയ്ക്ക് മുന്നേയും സത്യാഗ്രഹത്തിന് ശേഷവും എല്ലാം വൈസ് റോയ്സിനെ അദ്ദേഹം ഡൽഹി വെച്ചിട്ടാണ് മീറ്റ് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം കമ്മ്യൂണൽ പീസിന് വേണ്ടി, അതായത് റിലീജിയസ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി 1924 1948 ഈ ഫാസ്റ്റ് ചെയ്തതൊക്കെ ഡൽഹിയിൽ വെച്ച് തന്നെയായിരുന്നു. അപ്പം ഏത് സ്കോളർ ആണെങ്കിലും, യങ്ങോ ഓൾഡോ അല്ലെങ്കിൽ ഇന്ത്യനോ ഫോറിനോ ആണെന്നുണ്ടെങ്കിലും
ഡൽഹി എങ്ങനെയാണ് ഗാന്ധിയെ ഷേപ്പ് ചെയ്തത് അല്ലെങ്കിൽ ഗാന്ധി എങ്ങനെയാണ് ഡൽഹിയെ ഷേപ്പ് ചെയ്തതെന്നുള്ളത് എഴുതുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനൊരു വർക്ക് ഇറക്കുന്നത് നല്ലതായിരിക്കും. വളരെ വേദിയായിട്ടുള്ള ബുക്കായിരിക്കും അതെന്ന് നമ്മുടെ രാമചന്ദ്ര ഗുഹ പറയുവാണ്. അപ്പോൾ ഇതിനകത്ത് പൊതുവേ പറയുന്നത് വെച്ചാൽ സിറ്റീസ് എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ഓരോ സിറ്റിയും ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഓപ്പണായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് വില്ലേജസ് ആണ് നമുക്ക് ഇന്ത്യക്ക് ആവശ്യം, വില്ലേജിലാണ് നമുക്ക് ഡെവലപ്മെൻറ്റ് നടത്തേണ്ടത്, അല്ലെങ്കിൽ വില്ലേജ് ലൈഫിലോട്ടായിരിക്കണം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അഗ്രികൾച്ചറൽ സൊസൈറ്റി അല്ലെങ്കിൽ അഗ്രേറിയൻ സൊസൈറ്റി ആയിരിക്കണം നമ്മുടെ സൊസൈറ്റി ഫസ്റ്റ് ഓഫ് ഓൾ എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും അദ്ദേഹത്തിൻ്റെ ആക്ഷൻസിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇദ്ദേഹം കൂടുതൽ ഇഴുകിച്ചേർന്നിരുന്നത് സിറ്റീസുമായിട്ടായിരുന്നു എന്നാണ്. അതാണ് ഈ ഒരു നമ്മുടെ എസ്സേ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം പിന്നീട് ഗ്യാപ്പ് വരുന്നതെന്ന് വെച്ചാൽ ഡൽഹിയെക്കുറിച്ച് ഡൽഹി ആൻഡ് ഗാന്ധി എന്ന് പറഞ്ഞൊരു വർക്ക് ആരും എഴുതിയിട്ടില്ല. അതിനെക്കുറിച്ച് എഴുതുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അഹമ്മദാബാദിനെക്കുറിച്ചും ഗാന്ധി അഹമ്മദാബാദ് എന്ന് പറഞ്ഞൊരു വർക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം അഹമ്മദാബാദിൽ ചെയ്ത ആക്ടിവിറ്റീസിനെ കുറിച്ച് പറഞ്ഞു പോകുന്ന കുറേ വർക്ക്സ് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഗാന്ധി എന്തുകൊണ്ടാണ് റൂറൽ വില്ലേജസിലോട്ട് അട്രാക്റ്റഡ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപിൾസിറ്റി ആണ് ഒരു റീസൺ എന്ന് പറയുന്നത്. പിന്നെ അഗ്രികൾച്ചറൽ ലൈഫാണ് അല്ലേ എല്ലാവർക്കും, അവിടെ ഫാമേഴ്സ് അങ്ങനെയുള്ള ലൈഫാണ്. അപ്പോൾ അഗ്രേറിയൻ ലൈഫിലാണ് നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആവേണ്ടത്. അവരുണ്ടെങ്കിലേ, ഫാമേഴ്സ് ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ, അല്ലെങ്കിൽ നേച്ചർ ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഗാന്ധി അവിടെ പഠിപ്പിക്കുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഈ സിറ്റീസിനെ കുറിച്ച് ചോദിക്കുക, ഏതൊക്കെ സിറ്റീസാണ് വന്നിരിക്കുന്നതെന്ന് ഇദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ അണ്ടറിൽ. അതുപോലെ തന്നെ പിന്നെന്താണ് മദ്രാസുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റിന് കാരണം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിന് കുറേ ഫ്രണ്ട്സ് ഉണ്ടെന്ന്, മറ്റേ സി രാജഗോപാലാചാരി മറ്റേ എഡിറ്ററിൻ്റെ കാര്യം ഒക്കെ പറയുക. പിന്നെ ഇപ്പോൾ സിറ്റീസുമായിട്ട് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും ഗാന്ധി വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഫുൾ സിറ്റീസിനെ കുറിച്ച് എഴുതിക്കോണം. അതായത് ഗാന്ധി എവിടെയൊക്കെ പോയിട്ടുണ്ട്, ഏതൊക്കെ സിറ്റീസിനെ പോയിട്ടുണ്ട് അതെല്ലാം എഴുതിക്കോണം. ഇന്ത്യയിലുള്ളതും ഔട്ട്സൈഡ് ഇന്ത്യയായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മെയിൻലി വരുന്നതെന്ന് വെച്ചാൽ ഗാന്ധിയും സിറ്റീസുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെയിനായിട്ട് വരുന്നത്. എങ്ങനെയാണ് ഓരോ സിറ്റീസും ഗാന്ധിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.